ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഏകദേശം 300 കോടി രൂപ നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇപ്പോഴും വിജയകരമായിട്ട് എല്ലാ തിയേറ്ററുകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ഒരു ചാപ്റ്റർ 1ന്റെ വലിയൊരു വിജയത്തിന് ശേഷം ഇത്രയും പെട്ടെന്ന് DQ ഈ പറയുന്ന ചാപ്റ്റർ 2 അനൗൺസ് ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. പെട്ടെന്നായിരുന്നു നമ്മുടെ ചാപ്റ്റർ 2ന്റെ അനൗൺസ്മെന്റ് വരുന്നത്. ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അനൗൺസ്മെന്റ് വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചാപ്റ്റർ 2 ചാത്തൻ ബേസ് ചെയ്തൊരു മൂവി ആയിരിക്കും, ചാത്തന്മാർ വരും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം കാണാം. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ, എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ. താല്പര്യമില്ല. എന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് ഒത്തിരി ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ, കളിയങ്കാട്ട് നീരി. മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മൂത്തോനും തന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു മുട്ടൻ ജാടയാണ്, വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാൻ താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. അവൻ വരും, ചാത്തന്മാർ കൊണ്ടുവരും. ഇത്ര കിടിലം വീഡിയോ, സൂപ്പർ. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു രസമുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ARMലെ മണിയനാണോ ഈ ചാത്തൻ എന്നൊരു സംശയം മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ളൂ. കാരണം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ARMലെ മണിയൻ ചാത്തനായിട്ട് ഈ ഒരു ലോക ചാപ്റ്റർ 2 വരുമെന്നൊക്കെ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ അറിയണം. ചാത്തനും ഒടിയനും ഒക്കെ കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ നമ്മുടെ ചാത്തൻ കുറച്ച് ഫണ്ണിയും ഒടിയൻ കുറച്ച് ടെററുമായിട്ടാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ചാപ്റ്റർ 2 കത്തും. മിക്കവാറും ഒരു 500 കോടി ക്ലബിലൊക്കെ കയറാനായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണെങ്കിലും ചാപ്റ്റർ 1ന് ശേഷം ഇത്ര പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ചാപ്റ്റർ 2നെ ബന്ധപ്പെട്ടുകൊണ്ട് വരുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റീസൺ മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ പറയുന്ന ലോക ചാപ്റ്റർ 1 ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഏകദേശം 300 കോടി പ്ലസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ലോക ചാപ്റ്റർ 2ന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരുന്നപ്പോഴാണ് നമ്മുടെ DQന്റെ ഒഫീഷ്യൽ പേജിൽ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലാണ് കണ്ടത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ AI ആണെന്ന് വിചാരിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കിയ വീഡിയോ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതിനെപ്പറ്റി പറയുകയും ചെയ്തു. അവൻ ചോദിച്ച സമയത്ത് ഇത് AI ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെയാണ് ഈ പറയുന്ന വീഡിയോ യൂട്യൂബിൽ DQന്റെ ഒഫീഷ്യൽ പേജിൽ കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം ഒറിജിനൽ ആണ്, അനൗൺസ്മെന്റ് ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ചാത്തനും ഒടിയനും നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയും മൂത്തോനും ഒക്കെ ഒരുമിച്ചിട്ടുള്ള ലോക ചാപ്റ്റർ 2 ചാത്തന്മാരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഒരു മൂവി കുറച്ചുകൂടി ഇതായിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒടിയൻ കുറച്ച് റഫ് ആൻഡ് ടഫ് ആണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി. ചാത്തൻ കുറച്ച് ഫണ്ണിയാണ്, ഫണ്ണി അല്ലാത്ത ചാത്തൻ കൂടി ഉണ്ട്, അതതിനകത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ലോക ചാപ്റ്റർ 2 ചാത്തന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ബിഗ് ബോസിന്റെ വീഡിയോ സ്ഥിരം ചെയ്യുന്നതിന് മുമ്പേ സൈനിങ് ഓഫ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്